മനസ്സിലെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് സാരിയുടെ കളർ അറിയാം. എന്തായാലും സുന്ദരിയായിട്ടായിരിക്കും വരിക. നെഞ്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നതിൽ നെഞ്ചിരിപ്പില്ല. പിന്നെ ഈ ഒരു മൊമെന്റിലോട്ട് വരുമ്പോൾ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ. ശരിയട്ടെ. ആരാ ആരാ ഞാൻ റെഡിയാ. ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് ഡിഗ്രി പഠിച്ചതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും 18 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ അഞ്ജലിയെ കണ്ടുമുട്ടുന്നത്. ഞങ്ങള് കണ്ടതും പരിചയപ്പെടാം. അത് ആക്ച്വലി ഒരു ആക്സിഡന്റ്. കോളേജ് കുട്ടികളൊന്നും ഇല്ല അവിടെ. ആകെ PhD കാരും ബിടെക്സ് ഇല്ല. അപ്പൊ ഭയങ്കര കുറച്ച് കുട്ടികളെ കോളേജിലുള്ളൂ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ ഓപ്പർച്യൂണിറ്റി കൂടുതലായിരുന്നു. ആൻഡ് ആ സമയത്ത് ഞങ്ങൾ 2 ബാച്ച് പിള്ളേരും വന്നിട്ടേ ഉള്ളൂ. മല്ലൂസിനെ തേടിയുള്ള യാത്രയായിരുന്നു തമിഴ്നാട്ടില്. ആ യാത്രയിൽ ഞാൻ കാർത്തിക് എന്നുള്ള ജേഴ്സി ഇട്ട് അല്ലെങ്കിൽ പാലക്കാട് എഴുതിയ ജേഴ്സി ഇട്ട് നടന്നു. അപ്പൊ മലയാളിയാണോ ദേ മലയാളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് അലറി. അങ്ങനെ അലറി അവസാനം അപ്പൊ ഞങ്ങൾക്ക് അതിൽ കുറച്ച് നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് കാര്യമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഒപ്പിലൂടെ പരിപാടി തീർക്കുന്നു എന്ന് പറയുന്നതും അങ്ങനത്തെ ഒരു നിർബന്ധമാണ്. എളുപ്പമായിരുന്നില്ല. 2 വീട്ടിലും അങ്ങനെ സംസാരിച്ച് അവസാനം സ്വന്തം മകളുടെയും മകന്റെയും ഭാഷയ്ക്ക് മുന്നിൽ ആ വീട്ടുകാർ തോറ്റുപോയി. അങ്ങനെ സമ്മതിച്ചു. അങ്ങനത്തെ ഇന്ന് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഭയങ്കര നല്ല പേഴ്സൺ. അവളുടെ എല്ലാ വിധത്തിനും അവൻ നന്നായി കൂട്ട് നിൽക്കുന്നുണ്ട്. അവളെ ചേഞ്ച് ചെയ്യാനോട്ട് ശ്രമിക്കുന്നില്ല. അതാണ് ആ ഒരു ലക്ഷ്മിയുടെ ബ്യൂട്ടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് അഞ്ജലിയുടെയും കാർത്തികേട്ടന്റെയും ഇനി നമ്മൾ ഒരുമിച്ചാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ദിവസമായിട്ടാണ്. അപ്പോ ഇനി ചായ കുടിക്കാനും ഫോട്ടോ എടുക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും ചെറിയ ചെറിയ വഴക്കുകൾ കൂടാനൊക്കെ ഇനി അവർ ഒരുമിച്ചായിരിക്കും. കാർത്തികേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോ കാണുമ്പോഴും ചിരിച്ച മുഖത്തോടെ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതേ ചിരിച്ച മുഖത്തോടെ നമുക്ക് വളരെ സന്തോഷത്തോടെ അജയ്കുമാർ അങ്കിളിന്റെയും വീനാന്റെയും മകനായിട്ടുള്ള കാർത്തികേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കും. ഇനി നമ്മളുടെ വധുവിന്റെ വരവാണ്. കുറച്ച് ലേറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. With you, I realized that love isn't just a feeling. It's a choice I make every single day. A choice to choose you, to grow with you, and to walk beside you through every chapter of our lives. I promise to be your safe place when the world feels heavy, and your loudest cheerleader when you chase your dreams. And I promise to listen not just to your words, but to your silence, your fear, and your unspoken words. I love you. ഞാൻ ഉണ്ടാവും എന്നും എപ്പോഴും. சொல்லும் ஓர் கவிதை என் மனம் கேட்டது.
உன் கண்கள் சொல்லும் ஓர் கவிதை என் மனம் கேட்டது. காதல் மலர்ந்திட என் நதிகள் மழை சாரல் அடித்திட வானம் தெளிந்திட என் வாழ்க்கையில் வண்ணம் நிறைந்திட. ஏன்னா அவங்க லவ்வர்ஸ் ஸ்டார்ட்லேருந்து பார்த்துட்டு அது சக்ஸஸ்ஃபுல்லாக போகிறதுனால அது ஒரு எமோஷ்னலாக ஒரு இதாக ஃபீல் ஆகுது. எங்கள் ஃபேமிலியில் ஒரு மெம்பராக தான் அவங்க லாஸ்ட் 5 இயர்ஸாக இருந்தது. அவங்க அடுத்த ஸ்டேஜுக்கு போகிறது ரொம்ப எமோஷ்னலாக இருக்குது, ரொம்ப ஹாப்பியாக இருக்குது. விஷ் யூ ஹாப்பி மேரிட் லைஃப் அஞ்சலி அண்ட் கார்த்தி. காதல் மலர்ந்திட என் அருகில் மழை சாரல் அடித்திட வானம் தெளிந்திட என் வாழ்க்கையில் வண்ணம் நிறைந்திட. ഒന്ന് കണ്ണടച്ച് നല്ല ഇപ്പൊ പൊട്ടിക്കട്ടെ ഇതിവിടെ ചെയ്തതാ അല്ലേ ആർട്ടിസ്റ്റ് ബേബി മൊത്തം ആർട്ടിസ്റ്റുകളാ